ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പോൾ ഉരുള് പൊട്ടിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, മണ്ണും ചെളിയും മരങ്ങളൊക്കെ കൂടി അടിഞ്ഞു കൂടിയിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ ഇപ്പോഴത്തത്. അപ്പം ആദ്യം ഇതിൽ കൂടെ നടക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റുന്നില്ല. ഞാൻ നടക്കുമ്പോൾ ഇതൊക്കെ കാല് പൂണ്ടു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ ഇപ്പം അതിൽ കൂടെ നമുക്ക് സന്ദർശിക്കാനൊക്കെ പറ്റും. ആ ഒരു ടൈമിൽ എടുത്ത് കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് കണ്ണിന്ന് കണ്ണീരൊലിക്കും കേട്ടോ. കാരണം അത്രക്കും ഭീകരമായിട്ടാണുള്ളത്. ഇവിടെ ഉരുള് പൊട്ടിയ ആ സമയത്ത് വന്നപ്പം തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടപ്പം ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ അത്രക്കും വീതി വിസ്താരത്തിലൊക്കെ ആയിരുന്നല്ലോ ഇത് ഒഴുകുന്നുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേട്ടോ നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് ഫോണിൽ കൂടെ കാണുമ്പോൾ മനസ്സിലായാലും പക്ഷെ ഈ ഒരു ഭീകരത നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ നേരിട്ട് പോയി തന്നെ കാണണം. പിന്നെ ഈ കാണുന്നതായിരുന്നു സ്കൂള്, വെള്ളാമല സ്കൂൾ എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പം ഫുള്ളും ഇല്ലാതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്കൂൾ ഉള്ളതുകൊണ്ടാണ് ആ ചുരമല ടൗൺ ഇപ്പോഴും ബാക്കിയായത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് സ്ഥലത്തേക്കും കൂടിയും ഈ ഒരു ഉരുൾപൊട്ടൽ എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം അതിനെ തടഞ്ഞു നിർത്തിയതൊക്കെ ഈ ഒരു സ്കൂളാണ്. സ്കൂൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരെ മോൾഭാഗം വരെ ഈ മരങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അധികം ബോഡീസും ആ ഒരു ഭാഗത്ത് നിന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണിപ്പം മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കാണാനും ഒക്കെ ഭയങ്കര സങ്കടമുള്ളതായിരിക്കും. പക്ഷേ എങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം മരങ്ങളും മണ്ണും ഒക്കെ ഒലിച്ചു വന്നതും അടിഞ്ഞു കൂടിയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചവനെ നമ്മളെല്ലാവരെയും തൊട്ട് കാക്കട്ടെ. ഈ ഒരു അവസ്ഥ ഇനി കേരളത്തിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനായിട്ടോ പറ്റുള്ളൂ. അപ്പോൾ ഏത് ഭാഗത്ത് പോയാലും മണ്ണും ചെളിയും പാറക്കല്ലുകളൊക്കെ അടിഞ്ഞു കൂടിയേ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു അവസ്ഥ തന്നെയാണ്. ഭയങ്കര ഭീകരകരമായ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം മഴക്കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സൂചനയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറാൻ നിൽക്കുക കേട്ടോ. കാരണം പിന്നെ അവിടെ നിൽക്കാണ്ടിരിക്കുക. അപ്പോൾ ഇവർക്കും പറ്റിയിട്ടുള്ള ചില ദിവസം തന്നെ ഇവർക്ക് സൂചനയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടിരുന്നു. പക്ഷെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കേട്ടോ അവരെല്ലാവരും ഓരോ വീടുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെങ്കിൽ പഠിച്ചവൻ അതൊക്കെ മാറ്റിട്ടോ. അവർക്കെല്ലാവർക്കും ഈ ഒരു ആയുസായിരിക്കും പഠിച്ചവൻ കരുതിയിട്ടുണ്ടാകും. എന്നാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക പരമാവധി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ബി സേഫ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഓക്കെ, ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.